നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1199 മീനമാസം 31 ശനിയാഴ്ച ഉദിച്ച് 35 നാഴിക 8 വിനാഴികയ്ക്കാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. അപ്പോൾ ഈ വിഷുവിന് ശേഷം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് മാസത്തിന് ശേഷം അഷ്ടമത്തിലേക്കാണ് ചാരവശാൽ വ്യാഴം മാറുന്നത്. അതുപോലെ തന്നെ മധ്യശൂലമാണ്. അപ്പം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വരുന്ന രോഗാവസ്ഥ കാര്യങ്ങൾ കൊണ്ടോ മാനഹാനി പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ടുള്ള ക്ലേശം അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വരുമാനത്തിൽ നല്ല കുറവുണ്ടാകുകയും ചെലവിൽ വർധനവുണ്ടാകുകയും ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ്. കാരണം അഷ്ടമവ്യാഴം എന്ന് പറയുമ്പോൾ അഷ്ടമേ ഹരദോ ബാലി എന്ന് പറയുന്ന യോഗമാണ്. അതായത് ബാലിക്ക് ഒളിയമ്പേറ്റ രീതിയിൽ സ്വയം മനസ്സറിയാത്ത കാര്യത്തിൽ നമ്മൾ ചെന്ന് പെട്ടുപോവുകയും പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കാൻ ഇടവരികയും ചെയ്യാൻ സാധ്യതയുള്ളൊരു വർഷമാണ് എന്ന് ചുരുക്കം. അതിനോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള അവശതകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കാരണം ശത്രുസ്ഥാനത്ത് അല്ലെ രോഗസ്ഥാനത്ത് നിൽക്കുന്നത് അമൃതവിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ്. 12ാം ഭാവത്തിൽ കേതു നിൽക്കുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ചെലവ് വർദ്ധിക്കുക, കാൽപാദത്തിന് വേദന, ഉദര സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങളുണ്ടാകുക, ഇങ്ങനെയുള്ള പ്രതിസന്ധികളും. 5ാം ഭാവത്തിൽ ശനി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ 5ൽ നിൽക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ പോലും നിരാശ പോലെയുള്ള കാര്യങ്ങൾ, അലസത പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ അലസത വർദ്ധിക്കുക, നിരാശയുണ്ടാകുക, വളരെ ശുഭപ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ആ ശുഭപ്രതീക്ഷയ്ക്ക് വിഘാതം വരുന്ന സമയത്ത് നമ്മളുടെ മൊത്തത്തിലുള്ള അഭിവൃദ്ധിക്ക് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്യണം. അതേപോലെ ശത്രുദോഷ പരിഹാരം ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്തില്ലെങ്കിൽ ഈ വർഷത്തിൽ സാമ്പത്തികമായിട്ട് കണ്ടമാനം പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം വരുമാനം കുറയുകയും ചിലവ് വർദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 8 രൂപ വരുമാനമുണ്ടായാൽ 14 രൂപയോളം ചിലവ് വരുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇരട്ടിയോളം ചിലവ് വരുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ്. അത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലേക്കൊക്കെ മാറാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുടെ അപ്രിയമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ, വേണ്ടപ്പെട്ടവർക്കുള്ള പ്രതിസന്ധികൾ മുഖാന്തരമുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്തുണ്ട്. 4ാം ഭാവാധിപതി അഞ്ചിരിക്കുന്നതാണ് കുടുംബ സംബന്ധമായിട്ടുള്ള തറവാട് സ്വത്ത് സംബന്ധമായിട്ടൊക്കെയുള്ള വിഷയങ്ങളിലൊക്കെ കുറച്ച് പ്രതിസന്ധികളുണ്ടായി. അത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.